നമസ്കാരം. 18 വയസ്സുള്ള ദൊമ്മരാജു ഗുകേഷ് എന്ന പയ്യൻസ് വീണ്ടും ഇന്ത്യക്ക് നേടിത്തന്നത് ചെസ്സിലെ ലോക ചാമ്പ്യൻ പദവി തന്നെയാണ്. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ വെള്ളം കുടിപ്പിച്ച ഗുകേഷിന്റെ മനസാന്നിധ്യവും ഏകാഗ്രതയും സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവും ഇന്നത്തെ യുവതലമുറ പാഠമാക്കേണ്ടതാണ്. 14 ഗെയിമുകളുള്ള ഫൈനലിൽ 3 കളികൾ ഗുകേഷും 2 കളികൾ ഡിങ്ങും ജയിച്ചു. 9 എണ്ണം സമനിലയിലായി. ഇതിനു മുൻപ് സെപ്റ്റംബറിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് ലോക കിരീടവും ഇന്ത്യൻ താരം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ 5 കോടി പാരിതോഷികവും ഗുകേഷിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനിടെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഗുകേഷിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ സോഷ്യൽ മീഡിയയിൽ മത്സരവും തുടങ്ങി. നമ്മുടെ തെലുങ്ക് പയ്യന് അഭിനന്ദനം എന്ന് ആന്ധ്രയും നമ്മ സ്വന്തം കുളന്ത എന്ന് തമിഴ്നാടും പറയുകയാണ്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഈ വീഡിയോ ചെസ് ലോകത്ത് ഇന്ത്യയിൽ തമിഴ്നാടിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇതിനെല്ലാം തുടക്കക്കാരൻ വേറെ ആരുമല്ല, സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദ് തന്നെയാണ്. ഒരു കായിക മത്സരത്തിന്റെ പ്രാധാന്യം പോലും ലഭിക്കാത്ത, തല കൊണ്ട് മാത്രം കളിക്കുന്ന ചെസ് എന്ന ഇനത്തിൽ അതൊരിക്കലും ഒരു ജീവിത ഉപാധിയായി കാണുവാൻ സാധിക്കാത്ത കാലത്താണ് വിശ്വനാഥൻ ആനന്ദ് രാജ്യത്തിന് നേടിത്തന്ന അഭിമാന നേട്ടം എന്നത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്. ഇന്ന് ഒരു ചെസ് കളിക്കാരനായി മാറുക എന്ന സ്വപ്നം പുതുതലമുറയ്ക്ക് ലഭിക്കണമെങ്കിൽ അതിന് കാരണക്കാരായവർ നടത്തിയ ത്യാഗത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. ഹോക്കിയിൽ ധ്യാൻചന്ദ്, ടെന്നീസിൽ ലിയാണ്ടർ പേസ്, ക്രിക്കറ്റിൽ കപിൽ ദേവ്, ഗവാസ്കർ, സച്ചിൻ ടെണ്ടുൽക്കർ, അത്ലറ്റിക്സിൽ മിൽഖ സിംഗും PT ഉഷയും, ചെസ്സിൽ വിശ്വനാഥൻ ആനന്ദ്. അങ്ങനെ വിരലിൽ എണ്ണാവുന്നവർ നൽകിയ തുടക്കങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ കായിക ലോകം പിച്ചവെച്ച് നടന്നെടുത്തത്. ചതുരംഗ പലകയിൽ 64 കളങ്ങളിൽ നിറയുന്ന യുദ്ധതന്ത്രങ്ങളിൽ വിജയിയാകുക എന്നത് പ്രാചീനകാലം മുതൽ തന്നെ ഒരു അന്തസ്സായിരുന്നു. വിശ്വനാഥൻ ആനന്ദ് കൊളുത്തിവിട്ട തിരുനാളം നിരവധി പ്രൊഫഷണൽ ചെസ് ചാമ്പ്യന്മാരെയാണ് ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇന്നും ചെസ് കളിക്കുക എന്നത് ദിനചര്യയുടെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഒരു ചെസ് ഗ്രാമം തന്നെയുണ്ട്. ഇനി തമിഴ്നാട് എങ്ങനെ ഈ കളിയിൽ മുന്നിലെത്തിയെന്ന് നോക്കാം. ഒന്നാമതായി പറയേണ്ട കാര്യം അവിടുത്തെ ഒരു ചെസ് സംസ്കാരം തന്നെയാണ്. നിരവധി ചെസ് ക്ലബ്ബുകളും അക്കാഡമികളും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയെല്ലാം 100 കണക്കിന് പിള്ളേരാണ് കളി പഠിക്കുന്നത്. പഠിച്ചു തെളിയുവാനുള്ള സാഹചര്യമെല്ലാം അവർ ഒരുക്കുകയാണ്. വേറൊന്ന്, അവിടെ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് ഒരു മാതൃകാ റോൾ മോഡലായി 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദുമുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റ് ചെസ് അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശംസ അർഹിക്കുന്നതാണ്. നിരവധി ടൂർണമെന്റുകളും പരിശീലന പരിപാടികളും സ്കോളർഷിപ്പുകളും അവർ നൽകി വരികയാണ്. അതുപോലെ തമിഴ്നാട് സർക്കാരും ഈ കായിക മേഖലയ്ക്ക് നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട്. നല്ല ടാലന്റ് ഉള്ളവരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ മുന്നിലാണ്. ഇതാണ് നിരവധി ചെസ് വിദഗ്ധരെ സൃഷ്ടിക്കുന്നതിൽ തമിഴ്നാട് മുന്നിൽ നിൽക്കുന്നത്. നല്ല കഴിവുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് വളരുവാനുള്ള എല്ലാ സാഹചര്യവും സർക്കാർ തന്നെ ഒരുക്കുകയാണ്. മത്സര ബുദ്ധിയോടെ കളിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും തമിഴ്നാട്ടിലുണ്ട്. ഇതുകൊണ്ട് നിരന്തരമായ പരിശീലനവും കഴിവുകളെ തേച്ചു മിനുക്കിയെടുക്കുവാനും അവർക്ക് കഴിയുകയാണ്. മറ്റൊന്ന്, മികച്ച ചെസ് പരിശീലകരാണ്. നല്ല പരിചയവും സ്കില്ലുമുള്ള മികച്ച പരിശീലകർ തമിഴ്നാട്ടിൽ ധാരാളമുണ്ട്. ചെസ് എന്നത് ഒരു ബുദ്ധിപരമായ കളിയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശകലനം നടത്തി ഉചിതമായ നീക്കം നടത്തുവാൻ ഓരോ കളിക്കാരനും അവന് പറ്റിയ മിടുക്കരായ എതിരാളികൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് തമിഴ്നാട്ടിലെ ചെസ് അന്തരീക്ഷം ഒരുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്നതിനുള്ള വൈഭവം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനിയൊരു കാര്യം പ്രത്യേകം പറയട്ടെ. കേരളത്തിൽ ഒരു ചെസ് മത്സരം നടന്നാൽ അതിന് മാധ്യമങ്ങളിൽ എത്ര പ്രാധാന്യമാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അതല്ല തമിഴ്നാട്ടിലെ സ്ഥിതി. അവിടെ ഇതിന് നല്ലൊരു മീഡിയ കവറേജും നൽകി വരുന്നുണ്ട്. വ്യക്തിപരമായി ഓരോ കളിക്കാരൻ്റെയും മികവ് തിരിച്ചറിഞ്ഞ് അവർക്ക് നല്ല പ്രോത്സാഹനം നൽകുവാനും തമിഴ്നാട്ടുകാർക്ക് കഴിയുന്നുണ്ട്. ചെസ് കളിക്കാർക്ക് നല്ല പരിശീലനം നൽകുവാനും സാമ്പത്തിക സഹായം നൽകുവാനും തമിഴ്നാട് സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇതുകൂടാതെ വലിയൊരു സപ്പോർട്ടാണ് ജനങ്ങളിൽ നിന്നും ചെസ് കളിക്കാർക്ക് ലഭിക്കുന്നത്. ഇത് അവരെ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാൻ പ്രോത്സാഹനവും നൽകുകയാണ്. ഇന്ത്യൻ ചെസ് ചരിത്രത്തിൽ തമിഴ്നാടിനെ അഭിമാനിക്കാൻ ഏറെയുണ്ട്. 1920കളിൽ മൈലാപ്പൂരിൽ ആരംഭിച്ച സോളാർ ചെസ് ക്ലബ്ബ് സ്ഥാപിച്ചത് KS സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. 1961 മാനുവൽ ആരോൺ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഡെ ഇന്റർനാഷണൽ മാസ്റ്ററായി മാറി. ഒരു കോർപ്പറേറ്റ് വ്യവസായി ചെസ്സിനായി സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്ന അത്ഭുത സംഭവവും തമിഴ്നാട്ടിൽ നടന്നിരുന്നു. ആദ്യ ഫിഡെ ഇന്ത്യൻ മാസ്റ്ററായ മാനുവൽ ആരോണുമായി പരിചയപ്പെട്ട ശേഷം 1966 ശക്തി ഗ്രൂപ്പ് ഉടമയായ ഡോക്ടർ N മഹാലിംഗം
ചെസ്സിൻ്റെ മേഖലയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത്. പിന്നീട് അദ്ദേഹം തമിഴ്നാട് ചെസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായി. 1978 ഇന്ത്യയിലെ രണ്ടാമത്തെ ഫിഡെ ഇന്റർനാഷണൽ മാസ്റ്ററായ വി രവികുമാർ, 1981 മൂന്നാമത്തെ മാസ്റ്ററായ രാജ രവിശേഖർ എന്നിവരും തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. പിന്നീട് 1988 വരെ ഇന്ത്യ ഒരു ഗ്രാൻഡ് മാസ്റ്ററിനായി കാത്തിരുന്നു. അത് വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു. തമിഴ്നാട്ടിലെ ചെസ് പ്രേമികളുടെ കേന്ദ്രമായ താൽ ചെസ് ക്ലബ്ബ് കസ്തൂരി രംഗൻ ശാലയിലെ റഷ്യൻ കൾച്ചറൽ സെന്ററിലായിരുന്നു. വിശ്വനാഥൻ ആനന്ദിന്റെ കാലഘട്ടം ആയതോടെ തമിഴ്നാട് ചെസ് രംഗം ഉന്നതിയിലേക്ക് ഉയർന്നു. ഗ്രാൻഡ് മാസ്റ്ററായ RB രമേശിനെ പോലുള്ളവർ പിന്നാലെ എത്തിയവരാണ്. ഇന്ന് ലോക ചെസ് ഫിഡെ റാങ്കിങ്ങിലുള്ള 83 ഗ്രാൻഡ് മാസ്റ്റർമാരിൽ 29 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഇതിൽ 8 വനിതാ ഗ്രാൻഡ് മാസ്റ്റർമാരുമുണ്ട്. RB രമേശും അണ്ടർ 18 ചാമ്പ്യനായിരുന്ന ആരതി രാമസ്വാമിയും ചെന്നൈയിൽ നടത്തുന്ന ചെസ് ഗുരുകുലം നിരവധി യുവതാരങ്ങളെ വളർത്തിയെടുക്കുകയാണ്. 2020 വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമി സ്ഥാപിച്ചത്. ഇന്ന് നിരവധി ചെസ് ചാമ്പ്യന്മാർ ഇവിടെ നിന്നും പിറവിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക ചാമ്പ്യനായ D ഗുഗേഷും ആനന്ദിന്റെ സ്ഥാപനത്തിൽ ഉന്നത പരിശീലനം നേടിയ വ്യക്തിയാണ്. ചെസ്സിലെ തമിഴ്നാടിന്റെ പെരുമയ്ക്ക് അടിസ്ഥാനം നൽകിയ മറ്റൊരു സ്ഥാപനമാണ് 2005 സ്ഥാപിച്ച വേലമ്മാൾ വിദ്യാലയ. D ഗുഗേഷ് ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. പ്രജ്ഞാനന്ദ, SP സേതുരാമൻ, ലിയോൺ മെൻഡോസ, K പ്രിയദർശൻ, B ആദിത്യൻ, വിഷ്ണു പ്രസന്ന, R വൈശാലി, വനിതാ ഗ്രാൻഡ് മാസ്റ്ററായ V വർഷിണി, വനിതാ അന്താരാഷ്ട്ര ചാമ്പ്യനായ R രക്ഷിത, ഇവരെല്ലാം ഈ സ്ഥാപനത്തിന്റെ സൃഷ്ടികളാണ്. ലോക ചെസ് സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ 5 തവണ ഈ സ്ഥാപനം ജേതാവായിട്ടുണ്ട്. D ഗുഗേഷും പ്രജ്ഞാനന്ദയും 2021 മുതൽ ഇവരുടെ ടീമിലെ അംഗങ്ങളാണ്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ പേര് ഈ അവസരത്തിൽ പരാമർശിക്കാതെ വയ്യ. തമിഴ്നാട് സർക്കാർ സ്കൂളുകളിൽ 7 വയസ്സ് മുതൽ 17 വയസ്സുവരെ ഉള്ള കുട്ടികൾക്ക് ചെസ് പരിശീലനം നൽകുവാനുള്ള പദ്ധതിയും 2013 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചെന്നൈയിൽ വെച്ച് നടത്തിയതിലും ജയലളിത നൽകിയ സംഭാവന വിലപ്പെട്ടതാണ്. 2013 ചെന്നൈയിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിശ്വനാഥൻ ആനന്ദിനെ തോൽപ്പിച്ച് മാഗ്നസ് കാൾസൺ അന്ന് ജേതാവായിരുന്നു. 2022 മഹാലിംഗപുരത്ത് 44ാമത് ചെസ് ഒളിമ്പ്യാഡ് നടത്തപ്പെട്ടിരുന്നു. ഇതിലെ ടീം ചാമ്പ്യൻഷിപ്പിൽ ഗുഗേഷ്, നിഹാൽ സരീൻ, പ്രജ്ഞാനന്ദ, ആദിത്യൻ, റൗണക് സദ്വാനി എന്നിവർ ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. ബോർഡ് 1 ഗുഗേഷിന് അന്ന് സ്വർണവും ലഭിച്ചു. അങ്ങനെ ഇന്ത്യൻ ചെസ്സിന്റെ ഈറ്റില്ലമായി മാറിയ തമിഴ്നാട് ഗുഗേഷിൽ നിർത്തുന്നില്ല. നിരവധി ലോക ചാമ്പ്യന്മാർ ഇനിയും അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ വീഡിയോയിൽ തമിഴ്നാടിൻ്റെ ചെസ് പാരമ്പര്യത്തെക്കുറിച്ച് വിട്ടുപോയ നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നറിയാം. അതെല്ലാം നിങ്ങൾ കമൻറ്റുകളായി നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.